ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എം സി ക്യാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയേക്കുന്ന ഷെഡ്യൂൾ, അതായത് ഇൻഫോ പാർക്കിൽ നിന്ന് ഡ്രോപ്പാണ് കിട്ടിയേക്കുന്നത്. ഏകദേശം 7 മണിയുടെ ഡ്രോപ്പാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 6:45 ആകുമ്പോഴത്തേക്ക് ഇൻഫോ പാർക്ക് എത്തണം. എന്നിട്ട് അവിടെ 7:15 ആവും നമ്മൾ അവിടുന്ന് ആളെ പിക്ക് ചെയ്ത് ഇറങ്ങാനൊക്കെ ആയിട്ട്. അതേപോലെ തന്നെ 8:40 പിക്കും കൂടി ഇട്ടിട്ടുണ്ട്. 2 ട്രിപ്പാണ് ഇന്ന് ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്. ലോക്കൽ ട്രിപ്പാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഏകദേശം അത്രയ്ക്ക് ഓട്ടം ഉണ്ടാവാൻ സാധ്യതയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഇലക്ഷൻ ആയതുകൊണ്ട് ഇന്ന് 9-ാം തീയതിയാണ് കേട്ടോ. ഓക്കെ, ഇലക്ഷൻ ഡേയും കൂടെയാണ്. അപ്പോൾ ഇന്ന് ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏർലി മോർണിംഗ് ട്രിപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് ഇന്നലെ 11:15 ട്രിപ്പ് കഴിഞ്ഞപ്പോൾ പിന്നെ ട്രിപ്പ് കിട്ടിയത് രാവിലെ 7:15 ലാസ്റ്റ് ട്രിപ്പാണ് കിട്ടിയത്. എന്താ വെച്ചാൽ അതിനിടയിൽ വേറെ ട്രിപ്പുകളൊന്നും ഉണ്ടായില്ല. മീൻസ് ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാവരും നാട്ടിൽ പോകണം. മീൻസ് അങ്ങനത്തെ ഇത് ആകപ്പാടെ നമുക്ക് കിട്ടിയ ട്രിപ്പ് എന്നൊക്കെ പറയുന്നത് മറ്റേ അവരവരുടെ വീടുകളിൽ നിന്നും പിന്നെ ഈ മറ്റേ കുറച്ച് തമിഴ്നാട്ടിൽ മീൻസ് അതർ സ്റ്റേറ്റിൽ നിന്ന് വന്നേക്കണ എംപ്ലോയീസും ഉണ്ട്. അവരുടെ ട്രിപ്പാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് 7:15 ഡ്രോപ്പ് തന്നിട്ടുണ്ട്, 8:40 പിക്ക് തന്നിട്ടുണ്ട്. 7:15 ഡ്രോപ്പ് നമുക്ക് ലോക്കലാണ്. തൃക്കാക്കര മറ്റേ വാഴക്കാല ആ ഭാഗത്തായിരുന്നു. പിന്നെ അതേപോലെ തന്നെ 8:40 പിക്ക് നിൽക്കുന്നത് പാലാരിവട്ടത്തെന്നാണ്. അപ്പോൾ ഏകദേശം രണ്ടും കൂടെ നല്ല ഗ്യാപ്പുണ്ട്. നമുക്ക് അത്യാവശ്യം മീൻസ് വലിയ ധൃതി പിടിച്ച് ഓടേണ്ട കാര്യമില്ല. പക്ഷെ പിക്ക് എടുത്ത് ഇൻഫോ പാർക്കിലേക്ക് പോകുമ്പോൾ ധൃതി പിടിച്ച് ഓടണം. കാരണം 8:40 പിക്ക്. നമുക്ക് 9:00 എത്തുകയും ചെയ്യണം ഇൻഫോ പാർക്കിലേക്ക്. ഓക്കെ, അപ്പോൾ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യണം കേട്ടോ. മീൻസ് നമ്മുടെ വർക്കിന് ഡ്യൂട്ടി ആരംഭിക്കാനുള്ള ആപ്പാണിത്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വന്ന് കിടക്കുന്നുണ്ട്. 2 ഡ്യൂട്ടിയാണ് വന്ന് കിടക്കുന്നത്. ഒന്ന് പക്ഷേ ഇതിനകത്ത് 7:15 ഡ്യൂട്ടി താഴെയും 8:40 ഡ്യൂട്ടി മേളിലാണ് വന്ന് കിടക്കുന്നത്. അത് അവിടെ ചെന്ന് മറ്റേ സ്റ്റാർട്ട് ഡ്യൂട്ടി നോക്കി കഴിയുമ്പോൾ സെറ്റായിക്കോളും. ഇപ്പോൾ നമുക്ക് 7:15 ഡ്യൂട്ടിക്കാണ് പോകേണ്ടത്. ഇപ്പോൾ സമയം നോക്കുകയാണെങ്കിൽ 5:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങാൻ പോവുകയാണ്. ഓക്കെ, ഏകദേശം ഒരു 6:30 ആകുമ്പോൾ നമ്മൾ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യണം. അല്ല, 6:30 അല്ല, ഒരു 7 മണിക്ക് ആകുമ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്താൽ മതിയാവും ഡ്യൂട്ടി. മീൻസ് സ്റ്റാർട്ട് ഡ്യൂട്ടി ബട്ടൺ 7 മണിയൊക്കെ ആകുമ്പോൾ അമർത്തിയാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എങ്ങോട്ടേക്കാണെന്ന് അറിയണമെങ്കിൽ അത് ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഉണ്ടാവും. നമുക്ക് അഡ്രസ്സ് ഉണ്ടാവും. ഇത് 8:40 ഇത് 7:15. അപ്പോൾ അത് വെച്ച് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഏത് ഡയറക്ഷനിലൊക്കെ പോകേണ്ടത്. ഓക്കെ, അപ്പോൾ ഇറങ്ങാൻ നോക്കട്ടെ. ഇനിയിപ്പോൾ പോകുന്ന വഴിക്കൊരു ചായ കുടിച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ അതിൻ്റെ ട്രിപ്പിൻ്റെ ഇടയിൽ ഫ്രീ കിട്ടുകയാണെങ്കിൽ ബാക്കി ഡീറ്റെയിൽസ് ആണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇറങ്ങാൻ പോവുകയാണേ. ഇപ്പോൾ ഇത്തിരി വൈകിട്ടുണ്ട്. നമ്മൾ 5:34 മിനിമം ഒരു 6:45 ആ റേഞ്ച് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇൻഫോ പാർക്കിൽ എത്തണം. അപ്പോൾ പോകുന്ന വഴിക്കേ വീട്ടിലൊന്ന് കയറണം. ഇപ്പോൾ ഞാൻ എന്തിട്ടാണ് സൊമാറ്റോ വഴി ഓർഡറൊന്നുമില്ല, നേരെ എല്ലാം പാക്കിങ്ങാണ്. മീൻസ് വീട്ടിൽ ചെന്ന് പാക്ക് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് കഴിക്കും. നമുക്ക് ടൈം അത്രയും കിട്ടല്ലേ, ഉള്ള സമയത്ത് ഉറങ്ങാനല്ല നോക്കുള്ളൂ. അല്ലെങ്കിൽ പകലുറക്കം അത്ര ശരിയാവില്ല. ഓക്കെ, പിന്നെ നമുക്ക് പിന്നെ ഉള്ളത് കുറച്ച് സെൻറ്റർ ഫ്രഷ് മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. കുറച്ച് സെൻറ്റർ ഫ്രഷ് നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് ഇപ്പോൾ 10-11 ഡ്രോപ്പ് 12 ഡ്രോപ്പ് കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ഉറക്കം വരാനുള്ള ടെൻഡൻസി തന്നെയാണെങ്കിൽ സെൻറ്റർ ഫ്രഷ് ഇട്ട് നമ്മൾ ചവച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ആ ഡ്രോപ്പ് കഴിയണ വരെ അങ്ങനെ ചവച്ചുകൊണ്ടിരിക്കും. ഡ്രോപ്പ് കഴിഞ്ഞാൽ പിന്നെ നേരെ എന്തിട്ടാണ് ഒന്ന് മുഖം കഴുകിയിട്ട് നേരെ നമ്മൾ റിട്ടേൺ അടിച്ച് പെട്ടെന്ന് എന്താണെന്ന് വെച്ചാൽ നമുക്കേ പെട്ടെന്ന് ഉറക്കം വരാനുള്ള കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 60 കിലോമീറ്റർ മേളിലേക്ക് പോയി കഴിഞ്ഞാൽ അലേർട്ട് വരും. മറ്റേ ഓവർ സ്പീഡ് എന്ന് പറയുന്നുണ്ട്. അത് കാരണം നമുക്ക് 60 കിലോമീറ്റർ മീൻസ് അങ്ങനെ പതിയെ പമ്പി പോകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് മീൻസ് എന്താ പറയുക, ഒരു ചടവ് വരും, ഉറക്കച്ചടവ് വരും. അതേസമയം നമ്മളൊരു 70 കീപ്പ് ചെയ്ത് പോകുമ്പോൾ ഒരു നമുക്ക് തന്നെ ഒരു അലേർട്ടായിട്ട് മീൻസ് നമ്മുടെ മൈൻഡ് എപ്പോഴും ആ ഒരു ഇതിൽ നിൽക്കും. സ്പീഡ് കുറഞ്ഞു പോകുമ്പോൾ എപ്പോഴും ഉറക്കം വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് മേടിച്ചിട്ടേക്കണം ഒരു സേഫ്റ്റിക്ക് വേണ്ടി. ഓക്കെ,
പിന്നെ ഉള്ളത് നമ്മളൊരു അമൃതാഞ്ചൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഉറക്കം നിന്നിട്ട് തലവേദന വല്ലതും എടുത്തിട്ടുണ്ടെങ്കിൽ പിടിച്ചു കഴിഞ്ഞാൽ തേക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ട്രിപ്പിൻ്റെ ഇടയിൽ വല്ല ഗ്യാപ്പും കിട്ടിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് തരാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഇൻഫോ പാർക്കിൻ്റെ അടുത്തെത്തി. നമ്മുടെ സ്ഥിരം സ്പോട്ടായ നീറ്റ ജെലാറ്റിംഗ് കമ്പനിയുടെ അടുത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ടൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ ടൈം നോക്കുകയാണെങ്കിൽ 6:35 ആ റേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് നേരം കൂടെ ഒരു 5 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ട് നേരെ ക്യാമ്പസിനകത്തേക്ക് കയറണതാണ്. നമ്മുടെ കമ്പനിയുടെ അകത്തേക്ക് കയറും. പിന്നെ അവിടെ വെയിറ്റിംഗ് ആണ്. പിന്നെ ഒരു ചെറിയൊരു ഡൗട്ട് ഉണ്ട്. സംഭവം ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കേസാണ്. ട്രിപ്പിൻ്റെ കേസിൽ ഒരു ചെറിയൊരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, ചെറിയ ഡൗട്ടാണ്. അതായത് ഇതിനകത്ത് 2 ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ റൂൾസ് അനുസരിച്ച് നമുക്ക് 6:30 പിക്കപ്പ് മാത്രമാണ് നമുക്ക് സെക്യൂരിറ്റി ഫ്രീ ആയിട്ട്, മീൻസ് സെക്യൂരിറ്റി ഇല്ലാതെ ഫ്രീ ആയിട്ട് എടുക്കാവുന്നത്. ബാക്കി എല്ലാ ട്രിപ്പിനും മറ്റേ ലേഡീസാണ് ഫസ്റ്റ് പിക്കപ്പെങ്കിൽ സെക്യൂരിറ്റി വേണം. അപ്പോൾ ഇതിനകത്ത് 7:15 ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ 8:40 ട്രിപ്പ് പിക്കപ്പാണ് ഇട്ടേക്കുന്നത്. അത് ലേഡീസാണോ ജെൻസാണോ എന്ന് ഒരു പിടുത്തമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് സിമ്പിളൊക്കെ കാണിക്കും. ലേഡീസിൻ്റെ ഒരു മിനിറ്റ്, ലേഡീസിൻ്റെ മറ്റേ ഗാർഡിൻ്റെ സിമ്പിളൊക്കെ കാണിക്കും. ചില ട്രിപ്പിൽ ഗാർഡിൻ്റെ സിമ്പിൾ വരത്തില്ല, പക്ഷെ അതിനകത്ത് ലേഡീസ് ട്രിപ്പായിരിക്കും. അപ്പോൾ അതൊന്ന് കൺഫേം ചെയ്യേണ്ട ആവശ്യമുണ്ട്. മീൻസ് അത് ട്രാൻസ്പോർട്ടിനെ വിളിച്ചാൽ കൺഫേം ആക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ പണ്ട് നമ്മളെങ്ങനെ ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമ്പസിൻ്റെ അകത്ത് കയറിയിട്ട് ചെറുതായിട്ട് റോഡ് സൈഡിൽ പാർക്ക് ചെയ്യായിരുന്നു. ഇപ്പോൾ അവിടെ ക്യാമ്പസിൻ്റെ അകത്ത് മറ്റേ മെട്രോൻ്റെ പണിയും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കാണ്. അപ്പോൾ അത് കാരണം അല്ലെങ്കിൽ പിന്നെ കമ്പനിയുടെ അകത്ത് പാർക്ക് ചെയ്യണം. കമ്പനിയുടെ അകത്ത് ഇപ്പോൾ വേണമെങ്കിൽ ചെന്ന് അതിനെ പാർക്ക് ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ ഏകദേശം ടൈം ആവാറായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ 6:40 ആയിട്ടുണ്ട്. അപ്പോൾ പതിയെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കമ്പനിക്കകത്ത് കയറാനാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് 2 ട്രിപ്പ് കണ്ടിട്ട് ഇന്ന് വലിയ രീതിയിലുള്ളൊരു ഓട്ടം ഉണ്ടാവില്ല. ചെറുതായിട്ട് ലോക്കൽ ട്രിപ്പും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഫ്രീ ആവണ ടൈമിൽ ഇനിയിപ്പോൾ എല്ലാ ട്രിപ്പും കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രീ ആകുമ്പോൾ കാണാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു ലോക്കൽ ട്രിപ്പായിരുന്നു. ഒരു 5 കിലോമീറ്ററിൻ്റെ ട്രിപ്പ് ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, 5 അല്ല 6 കിലോമീറ്ററിൻ്റെ ട്രിപ്പായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ അടുത്ത ട്രിപ്പ് നമുക്ക് 8:40 ഇപ്പോൾ 7:40 സമയമായിട്ടുള്ളൂ. 1 മണിക്കൂർ ടൈമുണ്ട്. ഞാനിപ്പോൾ പിക്ക് ചെയ്യേണ്ട ലൊക്കേഷൻ്റെ ഏകദേശം 1 മിനിറ്റ് ഡിസ്റ്റൻസിൽ വെയിറ്റ് ചെയ്യണതാണ്. അപ്പോൾ നമ്മളൊരു 8:35 ആകുമ്പോഴത്തേക്കും ലൊക്കേഷനിൽ ചെന്ന് ആളെ പിക്ക് ചെയ്യും. 8:35 ലൊക്കേഷനിൽ ചെന്ന് ആളെ വിളിച്ച്, മീൻസ് സ്റ്റാഫിനെ വിളിച്ച് പിക്ക് ചെയ്യും. സ്റ്റാഫ് വന്ന് കയറാനായിട്ട് എങ്ങനെയായാലും ഒരു 5 മിനിറ്റ് ടൈം എങ്ങനെയായാലും പോവും. അതുകൊണ്ടാണ് നമ്മൾ 5 മിനിറ്റ് നേരത്തെ അവിടെ എത്തിയിട്ട് ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത മീൻസ് നമ്മുടെ 8:40 ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം കേട്ടോ. മൊത്തം 3 പേരാണ് കേട്ടോ കയറാനുള്ളത് 8:40. ഞാനത് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാത്തത് എന്താണെന്ന് വെച്ചാൽ ഇനി മീൻസ് അതൊരു ഇഷ്യൂ ആവണ്ടെന്ന് വെച്ചാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ക്ലിയർ ആക്കാത്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് 3 പേരെയാണ് പിക്ക് ചെയ്യാനുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ ട്രിപ്പെല്ലാം ഒരുവിധം ഷെഡ്യൂളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ 11:45 ലാസ്റ്റ് ഡ്രോപ്പ് എടുത്തു. അപ്പോൾ അത് കഴിഞ്ഞു. ഇന്നിപ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പ് എപ്പോഴാണെന്ന് അറിയത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷനും കൂടെ ആയതുകൊണ്ട് നമുക്ക് കിട്ടിയേക്കുന്ന ട്രിപ്പുകളെല്ലാം തന്നെ ചെറിയ ചെറിയ ട്രിപ്പുകളായിരുന്നു. ആപ്പടെ 1-2 ട്രിപ്പാണ് നമുക്ക് അത്യാവശ്യം ദൂരം കൂടുതലുണ്ടായിരുന്നത്. അതായത് 10 കൂടുതൽ കിലോമീറ്റർ ഉണ്ടായിരുന്നത്. ഏകദേശം 3 ട്രിപ്പായിരുന്നു 9-ാം തീയതിയിലത്തെ ഡേറ്റ് വെച്ച് നോക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഇന്നത്തെ ട്രിപ്പ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി 10-ാം തീയതിയിലത്തെ ട്രിപ്പ് എപ്പോഴാണ് തുടങ്ങണതെന്ന് അറിയത്തില്ല. അതായത് ട്രിപ്പ് വളരെ കുറവാണെന്നാണ് പറയണത് നിലവിൽ. ഏകദേശം ട്രിപ്പ് ഒന്ന് ടൈറ്റായി വരാനായിട്ട് ഇനി വിഷു കഴിയും. കാരണം വെച്ചാൽ എല്ലാവരും ഇനി ലീവ് എടുത്ത് നാട്ടിൽ പോണതിൻ്റെ തിരക്കും മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കുള്ളൂ. ഇനിയിപ്പോൾ ഏകദേശം ഈ മാസം അവസാനം ഇതാകുമ്പോഴത്തേക്കും ഒരു മറ്റേ
21 റേഞ്ചൊക്കെ ആകുമ്പോഴത്തേക്കും വീണ്ടും ചെറുതായിട്ടൊരു ഡിലേ മീൻസ് ട്രിപ്പ് അത്രയ്ക്കും കുറയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വർക്ക് ചെയ്യുന്നവരിൽ മറ്റേ അതർ സ്റ്റേറ്റ് എംപ്ലോയീസ് കുറച്ചുണ്ട്. അപ്പോൾ ഇലക്ഷൻ കാരണം അവർ നാട്ടിലേക്ക് പോണ ഒരു ഇതുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ട്രിപ്പ് കുറയും. അപ്പോൾ ഈ മാസം അവസാനം ഒന്ന് ആയി വരണം ഒന്ന് സെറ്റാക്കണമെങ്കിൽ. അപ്പോൾ നിലവിൽ ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കണ കിലോമീറ്റർ എന്ന് പറയുന്നത് 157 കിലോമീറ്റർ മൊത്തം ഓടിയിട്ടുണ്ട്. ട്രിപ്പ് ഷീറ്റ് പ്രകാരം 157 കിലോമീറ്റർ. വണ്ടി ഓടിക്കുന്നത് വെറും 151 കിലോമീറ്റർ ഉള്ളൂ. അതെന്താ ഇങ്ങനെ ഡിഫറൻറ്റ് വന്നേക്കണമെന്ന് വെച്ചാൽ ഒരെണ്ണം കണക്ഷൻ ട്രിപ്പ് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ കണക്ഷൻ ട്രിപ്പ് കയറി വരുമ്പോൾ കിലോമീറ്റർ കുറച്ച് കൂടുതൽ ഓടും, മീൻസ് കൂടുതൽ ട്രിപ്പ് ഷീറ്റിൽ കയറി വരും. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ഷിഫ്റ്റാണ് കേട്ടോ കാണിക്കുന്നത്. അതായത് എനിക്ക് ഉള്ള നിലവിലുള്ള ഷിഫ്റ്റിൻ്റെ ടൈമാണ്. അപ്പോൾ നമ്മൾ വൈകുന്നേരം 7:15 ഡ്രോപ്പ് എടുക്കാനായിട്ട് വന്നു. ഇനിയിപ്പോൾ നമുക്ക് മീൻസ് നമ്മൾ 5:30 വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ 5:30 വീട്ടിൽ നിന്ന് ഇറങ്ങി അതിന് ശേഷം നമ്മൾ 7:15 ഡ്രോപ്പ് എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് 8:40 7:40 ഡ്രോപ്പ് എടുത്തു. 8:40 പിക്ക് എടുത്തു. അതിന് ശേഷം നമ്മൾ 10:15 ഡ്രോപ്പ് എടുത്തു. 11:45 പിക്ക് എടുത്തു. 11:45 ഡ്രോപ്പ് എടുത്തു. ഇപ്പോൾ ഏകദേശം 12:30 ആവാറായിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസമായി 10-ാം തീയതി. ഇനി നമുക്ക് രാവിലെ എത്ര മണിക്കാണ് ട്രിപ്പ് ഷെഡ്യൂൾ ചെയ്യണമെന്ന് നോക്കാം കേട്ടോ. ഏകദേശം ട്രിപ്പ് വളരെ കുറവാകാനാണ് സാധ്യത കൂടുതൽ. കാരണം വെച്ചാൽ വണ്ടികളുടെ എണ്ണം കൂടുതലാണ്, അതേപോലെ തന്നെ ട്രിപ്പിൻ്റെ എണ്ണം കുറവാണ്. അപ്പോൾ പരമാവധി ഉള്ള ട്രിപ്പ് എല്ലാവർക്കും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനാണ് ഇപ്പോൾ നിലവിൽ നോക്കണത്. അപ്പോൾ ഇതിനിടയിൽ മറ്റേ ലീവ് വേണ്ടവർക്ക് ലീവ് ഇങ്ങനെ ലാവിഷായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മീൻസ് അങ്ങനെ ലാവിഷല്ല, മീൻസ് നമുക്ക് ഒരു പരിധി ഉണ്ട് ലീവ് കൊടുക്കണതിന്. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ഫൈൻ കയറി വരും. ഓക്കെ, അതായത് വണ്ടി നിലവിൽ ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. വണ്ടി ഇല്ലാതെ ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫൈൻ കയറി വരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ കിട്ടിയ ട്രിപ്പിൻ്റെ ഷെഡ്യൂൾ കാണിച്ചു തരാം കേട്ടോ. മീൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത ട്രിപ്പിൻ്റെ ഷെഡ്യൂൾ കാണിച്ചു തരാം. ആപ്പിൻ്റെ ഇൻ്റർഫേസ് ഇങ്ങനെയാണ്. കാരണം നമുക്ക് നിലവിൽ ട്രിപ്പൊന്നും ഷെഡ്യൂൾ ആവാത്തതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത ട്രിപ്പിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാം സീറോ ആയി കിടക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം ആയതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് 9 ഞെക്കുക, അതായിട്ട് ഓക്കെ ഞെക്കുക. അപ്പോൾ അത് ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇതിനകത്ത് കാണാൻ പറ്റും. അതായത് 9-ാം തീയതി ഇത് രാവിലെ എടുത്ത മീൻസ് രാവിലെ 7 മണിക്ക് എടുത്ത ട്രിപ്പാണ്. അതായത് ലാസ്റ്റ് ഷിഫ്റ്റ് തീരുന്ന സമയത്തുള്ള ലാസ്റ്റ് ട്രിപ്പ്. അത് കഴിഞ്ഞിട്ട് 1, 2, 3, 4, 5 ട്രിപ്പേ ഇന്ന് കിട്ടിയിട്ടുള്ളൂ. 5 ട്രിപ്പിൽ അപ്പോൾ 1, 2 ട്രിപ്പ് മാത്രമേ നമുക്ക് ലോങ് ആയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഷോർട്ട് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ട്രിപ്പ് എപ്പോഴാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഏകദേശം പരമാവധി ഡ്രോപ്പ് ആയിരിക്കുള്ളൂ, അഥവാ പിക്ക് ഉണ്ടെങ്കിൽ വിളിക്കാമെന്നാണ് പറഞ്ഞത്. കാരണം വെച്ചാൽ നമുക്ക് കറക്റ്റ് എത്ര ടൈമിലാണ് പിക്കെന്ന് അറിയാത്തത് കൊണ്ട് നമ്മൾ ചിലപ്പോൾ ഉറങ്ങിപ്പോകുമെന്ന് അവർക്കും പേടിയുണ്ട്. അതുകൊണ്ട് അവർ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കാം. ചിലപ്പോൾ രാവിലെ ആയിരിക്കും കാണിക്കാം കേട്ടോ. ഓക്കെ, 4:35 പിക്കാണ് മട്ടാഞ്ചേരിയിൽ നിന്നാണ്. അപ്പോൾ നമുക്കിപ്പോൾ തന്നെ പോവേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ തന്നെ ഇറങ്ങുകയാണ്. നമുക്കിപ്പോൾ കണ്ടില്ലേ, ഇതാണ് മട്ടാഞ്ചേരി എന്നാണ് നമുക്ക് ഇത് വന്നേക്കുന്നത്. 5:30 ഇവിടെ എത്തുകയും ചെയ്യണം. അപ്പോൾ 5:15 ഡ്രോപ്പും പോയി. ഓക്കെ, കുഴപ്പമില്ല, ഇത് അത്യാവശ്യം ലോങ് തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിപ്പോൾ സമയം നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ തന്നെ ഇറങ്ങണം കേട്ടോ, അല്ലെങ്കിൽ ലേറ്റാവും. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് ഡ്യൂട്ടിയിലേക്ക് കിടക്കാം കേട്ടോ. ഇപ്പോൾ സമയം 7 മണിയായിട്ടുണ്ട്. നമുക്ക് 7:15 ഡ്രോപ്പ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്.
ഓക്കെ. അപ്പോൾ രാവിലെ നമ്മൾ മട്ടാഞ്ചേരി പിക്കാണ് എടുത്തത്. 4:40 മട്ടാഞ്ചേരി പിക്ക്. പിന്നെ അതിന് ശേഷം നമ്മളിവിടെ 5:30 എത്തി. 6:15 ഡ്രോപ്പ് ഉണ്ടായില്ല. പിന്നെ 6:15 ഡ്രോപ്പ് ഉണ്ടായില്ല. പിന്നെ അതിന് ശേഷം നമുക്ക് ഇപ്പോൾ കിട്ടിയത് 7:15 ഡ്രോപ്പാണ്. അത് അധികമൊന്നുമില്ല, 3 പേരുള്ളൂ. ഇനിയിപ്പോൾ ഓട്ടം ഇനിയിപ്പോൾ ഇത്തിരി കുറവായിരിക്കുള്ളൂ വരും ദിവസങ്ങളിലൊക്കെ. ഇനിയിപ്പോൾ വിഷു കഴിയണം നല്ലപോലെ ഓട്ടം കിട്ടണമെങ്കിൽ. അപ്പോൾ ഇപ്പോൾ എങ്ങോട്ടേക്കാണ് കിട്ടിയേക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയേക്കുന്നത് മഞ്ഞുമലാണ്. ഓക്കെ. ഇപ്പോൾ ടൈം ആവാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, അപ്പോൾ ഇതാണ് കേട്ടോ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ്. നമുക്ക് 7:15 ഡ്രോപ്പ് WTCന്ന് മഞ്ഞുമൽ. 3 സ്റ്റാഫാണ് നിലവിലുള്ളത്. ഈ ട്രിപ്പിന് സെക്യൂരിറ്റി വേണ്ട. ഓക്കെ. ഇതിപ്പോൾ ലേഡീസ് ട്രിപ്പാണ്. എന്നിരുന്നാൽ കൂടെ നമുക്ക് സെക്യൂരിറ്റി ആവശ്യമില്ല. ഈ നൈറ്റ് 6:15 ഡ്രോപ്പ് വരെ ലേഡീസാണ് ഫുള്ളെങ്കിൽ നമുക്ക് ഇത് വേണ്ടി വരും, സെക്യൂരിറ്റി വേണ്ടി വരും. ഇപ്പോൾ നമുക്ക് സെക്യൂരിറ്റിയുടെ ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി ട്രിപ്പ് എടുത്ത് ഏകദേശം ഒരു 8:30 ആകുമ്പോഴത്തേക്കും റൂം എത്തുമെന്ന് വിചാരിക്കണം. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ റൂം എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുളിച്ച് ജസ്റ്റ് മേലെ വയ്ക്കിയിട്ട് ഭക്ഷണം കഴിച്ച് ഒറ്റ ഉറക്കമായിരിക്കുള്ളൂ. ഇപ്പോൾ പകലുറക്കം മാത്രം സെറ്റാവാനുള്ള, എന്നിരുന്നാലും പരമാവധി ഉറങ്ങാൻ നോക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ മറ്റേ കണക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നത് നൈറ്റാണ്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇനി വൈകുന്നേരം കാണാം എല്ലാവർക്കും. ഇതിപ്പോൾ രാവിലെയാണ്. ഗുഡ് മോർണിംഗ്.